സ്റ്റുഡൻസ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, കളയണ്ട. നിങ്ങൾക്ക് ഫിഗറും സ്റ്റെപ്സും ഞാൻ പറഞ്ഞു തരും, ബാക്കി അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, പിയുടെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, ഒ പി എന്ന് പറയുന്ന സെയിം ഡിസ്റ്റൻസ് നിങ്ങൾ റിഫ്ലക്ട് ചെയ്താൽ ഒ പി ഡാഷ് എന്ന് പറയുന്ന പി ഡാഷ് പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നിങ്ങൾക്കറിയാം, നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈനിലേക്ക് വരക്കുന്ന ലൈനിൻ്റെ ഫൂട്ടാണ് ഒ എന്നാണ് ഫൂട്ട്. ആൽഫ ബീറ്റ ഗാമയും ആൽഫ ഡാഷും ബീറ്റ ഡാഷും ഗാമ ഡാഷും സോൾവ് ചെയ്യണം. ആൽഫ ബീറ്റ ഗാമ സോൾവ് ചെയ്യാൻ നിങ്ങൾ ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ എക്സിനെയും വൈനെയും സെഡിനെയും എന്താക്കുക, ആൽഫ ബീറ്റ ഗാമ റീപ്ലേസ് ചെയ്യാം. കാരണം ആ ലൈനിൻ്റെ മുകളിലെ പോയിന്റ് ആണ്. സോ ആൽഫ എന്ത് വരും, 2 ലാംഡ മൈനസ് 1. ബീറ്റ എന്ത് വരും, ഈ ഇക്വേഷൻ 3 ലാംഡ പ്ലസ് 3. ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ പ്ലസ് 1. ഈ ആൽഫ ബീറ്റ ഗാമ നിങ്ങൾ എവിടെ ഇടണം, ഈ ഒ പി ഡോട്ട് 2i ഈ വെക്ടറിൻ്റെ ഈ ലൈനിൻ്റെ പാരൽ വെക്ടറും ഒ പി വെക്ടർ എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. സോ ദർ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ആ ഇക്വേഷനിൽ ആൽഫക്കും ബീറ്റക്കും ഗാമക്കും നിങ്ങൾ ഡെൽറ്റ ദിസ് ലാംഡ വെച്ചിട്ടുള്ള ഇതിൽ കൊടുത്താൽ സോൾവ് ഫോർ ലാംഡ. വൺസ് യു ഗെറ്റ് ലാംഡ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ, ലാംഡ വാല്യൂ കിട്ടും. സോ ആൽഫ ബീറ്റ ഗാമ കിട്ടും. ആൽഫ ബീറ്റ ഗാമ കിട്ടിയാൽ യൂസ് മിഡ് പോയിന്റ് ഫോർമുല. എന്താണ് മിഡ് പോയിന്റ് ഫോർമുല? 5 പ്ലസ് ആൽഫ ഡാഷ് ബൈ 2 ആൽഫ ആയിരിക്കും, 4 പ്ലസ് ബീറ്റ ഡാഷ് ബൈ ബീറ്റ ആയിരിക്കും. അങ്ങനെ വെച്ചിട്ട് ആൽഫ ഇമേജ് പോയിന്റും കാണാം. ഓക്കെ.